Dear students, welcome to Learner's World. In this video, I'm going to talk about a short film, One Earth by Romain Pennes. Roman Pennes, FUGP, VSc Semester for Languages under Calcutta University. Summary of One Earth. One Earth is a powerful 4-minute environmental short film created by Romain Pennes, a French musician and nature enthusiast. One Earth എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെറും 4 മിനിറ്റ് മാത്രമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് സംഗീതജ്ഞനും പ്രകൃതി സ്നേഹിയുമായിട്ടുള്ള റൊമാൻ പെന്നസ് ആണ്. Rather than using dialogue or narration, Pennes utilizes a compilation of visuals from 16 different artists and photographers to tell a story about the planet's changing state. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ സംഭാഷണങ്ങളോ വിവരണങ്ങളോ ഒന്നും ഇല്ല. 16 വ്യത്യസ്ത കലാകാരന്മാരുടെ ദൃശ്യങ്ങൾ കോർത്തിണക്കിയാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. The film is a visual poem designed to drive home a message about environmental preservation through the sheer power of sight and sound. അപ്പോൾ കാഴ്ചയിലൂടെയും സംഗീതത്തിലൂടെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു ദൃശ്യ കവിതയാണ് ആയിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. The film begins by establishing a moral framework through 3 profound quotes. അപ്പോൾ 3 ഫേമസ് ആയിട്ടുള്ള 3 കോട്സിലൂടെയാണ് ഈ ഒരു ഫിലിം ബിഗിൻ ചെയ്യുന്നത് തന്നെ. ഫസ്റ്റ്, മഹാത്മാഗാന്ധി റിമൈൻഡ്സ് us that the earth can satisfy our needs but not our greed. ആദ്യത്തെ കോട്ട് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിനെയാണ്. മഹാത്മാഗാന്ധി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഭൂമി നമ്മളെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റും, പക്ഷേ നമ്മളുടെ അത്യാഗ്രഹങ്ങൾ നിറവേറ്റില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ്, ലിയോ ടോൾസ്റ്റോയ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹ്യൂമൻ ഹാപ്പിനെസ് ഈസ് ടൈഡ് ടു അവർ കണക്ഷൻ വിത്ത് നേച്ചർ. രണ്ടാമത്തെ കോട്ട് ലിയോ ടോൾസ്റ്റോയിൻ്റെയാണ്. ഇതിൽ ഈ ഒരു കോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനുഷ്യരുടെ സന്തോഷം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് മനുഷ്യരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. Finally, Vandana Shiva points out the injustice of climate change, noting that those who do the least damage are often the ones who suffer the most. അടുത്തത് വന്ദന ശിവയുടെ ഒരു കോട്ടാണ്. ഈ കോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും കുറഞ്ഞ ഉത്തരവാദിത്തമുള്ളവരാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്നാണ് വന്ദന ശിവ പറഞ്ഞിട്ടുള്ളത്. ദിസ് കോട്ട് സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ വിഷ്വൽ ജേർണി ദാറ്റ് ഫോളോസ്. അപ്പോൾ ഈ ഒരു കോട്ടിലൂടെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു വിഷ്വൽ ജേർണി എന്ന് പറയുന്നത്. The core of the film is a stark transition from pristine beauty to apocalyptic destruction. ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് പ്രകൃതിയുടെ പരിശുദ്ധമായ സൗന്ദര്യത്തിൽ നിന്ന് മനുഷ്യൻ വരുത്തി വെച്ച നാശത്തിലേക്കുള്ള മാറ്റമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡിയലിക് സീൻസ് ഓഫ് ലഷ് ഗ്രീനറി ആൻഡ് ഓട്ടംനൽ ലാൻഡ്സ്കേപ്സ്. അതായത് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ തുടക്കത്തിൽ പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞ ദൃശ്യങ്ങൾക്കൊപ്പം റൊമാൻ പെന്നസ് തന്നെ ഒരുക്കിയ ശാന്തമായിട്ടുള്ള ഒരു സംഗീതം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നുണ്ട്. ദ മ്യൂസിക് അറ്റ് ദി സ്റ്റേജ് ഇസ് സോഫ്റ്റ് മെലോഡിയസ് സിംഫണി കമ്പോസ്ഡ് ബൈ പെന്നസ് ഹിംസെൽഫ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള ഒരു സംഗീതമാണ് പെന്നസ് തന്നെ ചെയ്തിട്ടുള്ള ഒരു സംഗീതമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടുള്ളത്. However, as the film progresses, the imagery shift toward mining, deforestation, rapid urbanization and massive landfills overflowing with plastic waste. പിന്നീട് നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കാണാൻ കഴിയുന്നത് മൈനിങ്, ഖനനം, അതുപോലെ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം, നഗരവൽക്കരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഭൂമി തുടങ്ങിയിട്ടുള്ള ഡിസ്ട്രക്ഷൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇതിൽ പിന്നീട് കടന്നു വരുന്നുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ. ടു മിറർ ദിസ് എൻവയറമെൻ്റൽ ഡീക്കേ, ദ മ്യൂസിക് ട്രാൻസ്ഫോം ഫ്രം എ പീസ്ഫുൾ സിംഫണി ഇൻ എ ജാറിങ് കാക്കഫനി. അപ്പോൾ ഈ ഒരു അതായത് നമ്മുടെ പരിസ്ഥിതിയിലുണ്ടാകുന്ന ഈ ഒരു നാശനഷ്ടങ്ങൾ ഉള്ള ഇമേജസ് വരുന്ന സമയത്ത് ഒരു
സമാധാനപരമായിട്ടുള്ള സംഗീതത്തിന് പകരമായിട്ടൊരു കാക്കഫനി എന്ന് പറഞ്ഞാൽ ഈ പീസ്ഫുള്ളിൻ്റെ ഓപ്പോസിറ്റാണ് കാക്കഫനി എന്ന് പറയുന്നത്. അതായത് ഒരു ഹാർഷായിട്ടുള്ള സൗണ്ടാണ് പിന്നീട് വരുന്നത്. അതായത് ശാന്തമായിട്ടുള്ള സംഗീതം മാറി അരോചകമായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളാണ് പിന്നീട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. കാക്കഫനി എന്ന് പറഞ്ഞാൽ അരോചകമായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളാണ് കാക്കഫനി എന്നുള്ളതിൻ്റെ മീനിങ്. അതാണ് പിന്നീട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. By avoiding spoken words, Pennes forces the audience to use their own imagination to process the dystopic aftermath of human greed. അതായത് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പിന്നീട് സ്പോക്കൺ വേർഡ്സ്, വാക്കുകൾ ഇതിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. വാക്കുകൾ ഉപയോഗിക്കാത്തതിലൂടെ പ്രകൃതിയുടെ ഈ ദാരുണമായ അവസ്ഥയെക്കുറിച്ച് സ്വയം ചിന്തിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്നുണ്ട്. വാക്കുകളുടെ ആവശ്യം ഇതിൽ വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ ആ ഒരു വിഷ്വൽ ഇമാജറിയിലൂടെ ഇതിൻ്റെ ആ ഒരു കാഠിന്യം, ഈ പ്രകൃതിയിൽ മനുഷ്യൻ്റെ ഗ്രേഡ് മൂലം പ്രകൃതിനെ ചൂഷണം ചെയ്യുന്നതിലൂടെ വന്നിട്ടുള്ള ആ ഒരു ദാരുണമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് നമ്മുടെ ഓഡിയൻസിന് വളരെയധികം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. വേർഡ്സിൻ്റെ ആവശ്യമില്ല. The film's impact is so significant that it has been screened at a United Nations Summit and recognized at international film festivals. ഐക്യരാഷ്ട്രസഭയുടെ ഉച്ചകോടിയിലും അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലൊക്കെ ഈ ഒരു ചിത്രം, ഈ ഒരു ഷോർട്ട് ഫിലിം ശ്രദ്ധ നേടിയിട്ടുണ്ട്. Ultimately, One Earth serves as a haunting reminder of the fragile link between man and nature, urging viewers to reflect on the consequences of their actions before the beauty of our world is lost forever. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം മനുഷ്യൻ്റെ ദുരാഗ്രഹം, അത്യാഗ്രഹം മൂലം മനുഷ്യൻ്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ ഗ്രീഡിന് വേണ്ടിയിട്ട് പ്രകൃതിയെ എങ്ങനെ തകർക്കുന്നു എന്നതിൻ്റെ ശക്തമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ഷോർട്ട് ഫിലിം വൺ എർത്ത് എന്ന് പറയുന്നത്.